പീഡന പരാതിയിൽ നിരപരാധിയായ യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ടും പോലീസ് ഉപദ്രവിച്ചുവെന്നും മർദ്ദനത്തിനിരയായ യുവാവ് പത്തനംതിട്ട കൂടൽ പോലീസിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. തീയതി വൈകിട്ട് വീട്ടിൽ നിന്നുമാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് കൂടൽ സ്റ്റേഷനിലും ക്വാർട്ടേഴ്സിലും എത്തിച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതി. കാലിൽ ബൂട്ടിട്ട് ചവിട്ടിയരച്ചു, മുടിയിൽ പിടിച്ച് വലിച്ചു. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ടും ഉപദ്രവം തുടർന്നെന്നും 20-കാരൻ പറഞ്ഞു. അപ്പോഴത്തേന് പിന്നെ ഇവരെന്നെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയിട്ടിട്ട് അടിക്കുമായിരുന്നു. അടിക്കുന്നത് പറഞ്ഞാൽ ഇവർ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ. അപ്പോൾ ഇവരോട് ഞാൻ പിന്നെയും ചോദിക്കുന്നു, സാറേ എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇവർ മാറി മാറി ചൂരിലും കൊണ്ട് അടിക്കുമായിരുന്നു കാലിൻ്റെ വെള്ളയ്ക്ക്. അപ്പോഴത്തേനും പിന്നെ ഞാൻ സാറിന് അതായത് മറ്റേ പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി എനിക്കൊരു ഇതും അറിയത്തില്ല. കാരണം ഒരു തെളിവുകളും എൻ്റെ ഫോണിലായാലും ഒന്നുമില്ല. അപ്പോൾ ഞാൻ അപ്പം എനിക്ക് ഇവർ പേര് പറയുന്നത് എനിക്ക് ആ ആളെ എനിക്ക് അറിയത്തില്ല. അങ്ങനെ പിന്നെ ഫോട്ടോ കാണിച്ചപ്പോഴത്തേനും എനിക്കിത് മനസ്സിലായി. കാരണം ഞാൻ പാടത്ത് താമസിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുടെ അനിയത്തിയായിരുന്നു അത്. അങ്ങനെ എനിക്ക് അറിയാം. അല്ലാതെ പോയി സംസാരിച്ചിട്ടോ കാര്യം പറഞ്ഞിട്ടോ ഒന്നുമില്ല ഇതുവരെയായിട്ടും. അപ്പോഴത്തേനും ഇവർ ഒരു സമയം വരെ എന്നെ അടിച്ചെന്ന് പറഞ്ഞാൽ മാറി മാറി അടിക്കുമായിരുന്നു കാലിൻ്റെ വെള്ളയ്ക്കും. പിന്നെ ബൂട്ടിട്ട് ചവിട്ടി കാലിൽ. അത് കഴിഞ്ഞിട്ട് മുടി വലിച്ചു പിടിച്ചു, ചെവിയിൽ പിടിച്ചിട്ട് കറക്കി. അത്ര നേരം എന്നെ അടിച്ചിട്ട് പിന്നെ ഇവർ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പീഡന പരാതിയിൽ പോലീസ് മുഴുവൻ പ്രതികളെയും വിട്ടയച്ചിട്ടുണ്ട്. യുവാവ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ജില്ലാ പോലീസ് മേധാവിക്കടക്കം പരാതി കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് യുവാവ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.